യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ജെസ്സി. മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഈ ആൾക്കാരെ കയറി സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം ലഭിച്ചതിന് ആദ്യമേ തന്നെ ഞാൻ ഈശോയോടും മാതാവിനോടും ആയിരം നന്ദി പറയുന്നു. ഞാൻ ഇതിനു മുമ്പേ എൻ്റെ മക്കളുടെയും കുടുംബത്തിൻ്റെയും ഒത്തിരി നിയോഗങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചതിന് ഞാൻ 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നും എൻ്റെ മക്കളുടെ കാര്യങ്ങൾക്ക് അവരുടെ നിയോഗങ്ങൾ സഹായിച്ചു തന്ന ആ സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മകൻ UK പഠിക്കാൻ പോയതായിരുന്നു. പഠിത്തം കഴിഞ്ഞ് കോഴ്സ് പാസ്സായി 3 വർഷം കഴിഞ്ഞ് വിസ പുതുക്കേണ്ട സമയമായിരുന്നു. ആ സമയത്ത് തന്നെ UK പുതിയ നിയമങ്ങൾ വന്നു, ഒത്തിരി തടസ്സങ്ങളൊക്കെ വന്നു. മകൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ജോലിയിലേക്ക് കയറി. അപ്പോൾ അവിടുന്നും ഒത്തിരി തടസ്സങ്ങളൊക്കെ വന്ന് വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, നിയമം അങ്ങനെയാണെന്നെങ്കിലും പറഞ്ഞെങ്കിലും ഞാനിവിടെ 2 മാസം മുന്നേ ഇവിടെ വന്ന് ഇതുപോലെ മോൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാൻ വന്ന അന്ന് ഞാൻ IMS അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മകന് വിസ കിട്ടുന്ന ഉടനെ തന്നെ ഞാനിവിടെ വന്ന് ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറഞ്ഞു കൊള്ളാമെന്ന് ഞാൻ നേർന്നു. അന്ന് തന്നെ വീട്ടിൽ ചെന്നപ്പോൾ മോനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് COS ലഭിച്ചു. ഉടനെ അത് വെച്ച് അവനെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വീണ്ടും നിയമത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു, ഒത്തിരി തടസ്സങ്ങളൊക്കെ വന്നു. ആ തടസ്സങ്ങളെല്ലാം പരിശുദ്ധ അമ്മ വഴി അത് എല്ലാം മാറ്റി കിട്ടി. ഞാൻ നിരന്തരം ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ എൻ്റെ കുടുംബത്തിൻ്റെയും മക്കളുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ വിളിച്ച് പ്രാർത്ഥനാ സഹായം തേടിയിരുന്ന ഒരാളാണ്. അതുവഴി എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി ഇന്നലെ മോൻ എന്നെ വിളിച്ചു, അമ്മയെ വിസ വന്നെന്നും പറഞ്ഞ് സന്തോഷത്തോടെ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഇന്നലെ മുഴുവൻ കൊന്തയെല്ലുമൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ഡെയിലി 4 കൊന്തയെങ്കിലും കുറഞ്ഞ് ചെല്ലുമായിരുന്നു. മാതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എൻ്റെ മകനെ വിസ തന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ മകൾ ജർമ്മനിയിൽ B2 പാസ്സായി ജർമ്മനിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അവിടുത്തെ എക്സാം RN എക്സാം അതിനുള്ള കോഴ്സ് ക്ലാസ് തുടങ്ങി. അപ്പോൾ ആ കോഴ്സിന് മുമ്പായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്യണമായിരുന്നു. ഇതിനിടയ്ക്ക് 2 ആഴ്ച മോൾ ലീവിന് വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സൈൻ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ മോൾ മെയിൽ അയച്ചിരുന്നു. പക്ഷേ മെയിലിന് റിപ്ലൈ വരാൻ കാരണം മോൾക്ക് ഭയങ്കര വിഷമമായി. അതും ഞാൻ ഇതുപോലെ ഇവിടെ IMSലേക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം തേടി. അത് മോളോട് ഞാൻ പറഞ്ഞു, മുട്ടുകുത്തി മാതാവിന് മാധ്യസ്ഥം തേടുക, കൊന്ത ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. ഞാനും വീട്ടിൽ ഇരുന്ന് കൊന്ത ചൊല്ലി, മോൾ അവിടെ ഇരുന്ന് കൊന്ത ചൊല്ലി. അതിൻ്റെ ഫലമായിട്ട് അന്ന് തന്നെ മെയിൽ വന്നു, സൈൻ ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കാസ് സുവിശേഷകന്റെ പുസ്തകം 18-ാം അധ്യായം 27-ാമത്തെ വാക്യം. അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മളിൽ എല്ലാവരിലും ഇല്ലാതെ പോകുന്ന ഒരു പ്രശ്നമാണ് ദൈവത്തിന് ഇത് സാധിച്ചു തരുവാൻ സാധിക്കുമോ ഇല്ലയോ എന്ന അവിശ്വാസം. വിശ്വാസത്തിൻ്റെ കൃപയോടെ നാം നോക്കുകയാണെങ്കിൽ ദൈവം എല്ലാം നന്മയ്ക്കായി ഭവിപ്പിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ